TV കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പരസ്യങ്ങളെക്കാൾ അവയുടെ ദൈർഘ്യം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? 5 മിനിറ്റ് പരിപാടിക്ക് 10 മിനിറ്റ് പരസ്യം എന്നൊക്കെ ചുമ്മാ പറയുമെങ്കിലും ഏറെക്കുറെ പല ചാനലുകളിലും പരസ്യത്തിന്റെ ദൈർഘ്യം പ്രേക്ഷകന് ഒരു പ്രശ്നം തന്നെയാണ്. പരസ്യം കണ്ടു മടുത്ത ടെലിവിഷൻ പ്രേക്ഷകനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നിലപാടുമായി വന്നിരിക്കുകയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അഥവാ ട്രായ്. ഒരു മണിക്കൂറിൽ 12 മിനിറ്റിൽ കൂടുതൽ പരസ്യം കാണിക്കാൻ പാടില്ലെന്ന നിർദ്ദേശമാണ് TV ചാനലുകൾക്ക് ട്രായ് നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശം ചാനലുകൾ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ട്രായ് വ്യക്തമാക്കി. പരസ്യം പ്രദർശിപ്പിക്കുന്നതിനുള്ള നിയന്ത്രണം സംബന്ധിച്ച കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ട്രായ് നിലപാട് ആവർത്തിച്ചിരിക്കുന്നത്. കേസിൽ അടുത്ത വർഷം ജനുവരി 27-ന് കോടതി വീണ്ടും വാദം കേൾക്കും. പരസ്യം പ്രദർശിപ്പിക്കുന്നതിനുള്ള ചട്ടം TV ചാനലുകൾ നടപ്പാക്കണമെന്നുള്ള നിർബന്ധിത നടപടി ഡൽഹി ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ടെങ്കിലും ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടില്ലെന്ന് ട്രായ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ചട്ടം അനുസരിച്ചില്ലെന്ന് ആരോപിച്ച് നവംബർ 18-ന് വിവിധ ചാനലുകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. 15 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് ട്രായ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജിയോ സ്റ്റാർ, സി എന്റർടൈൻമെന്റ്, കാൽവർമാക്സ് എന്റർടൈൻമെന്റ്, സൺ TV നെറ്റ്വർക്ക്, TV ടുഡേ, നെറ്റ്വർക്ക് 18, സി മീഡിയ എന്നിവയുൾപ്പെടെ പ്രമുഖ വിനോദ വാർത്താ ചാനലുകൾക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതേസമയം ഈ ഘട്ടത്തിൽ പരസ്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ടെലിവിഷൻ മേഖലയുടെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുമെന്നാണ് TV ചാനൽ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളുടെ നിലപാട്. മത്സരം കടുക്കുകയും വരുമാനം കുറയുകയും ചെയ്ത പുതിയ കാലത്ത് ഈ ചട്ടങ്ങൾക്ക് പ്രസക്തിയില്ലെന്നാണ് അവർ പറയുന്നത്. ഒരു മണിക്കൂറിൽ 12 മിനിറ്റിൽ കൂടുതൽ സമയം പരസ്യം കാണിക്കരുതെന്നാണ് 2012-ലെ ട്രായ് പരസ്യ നിയന്ത്രണ ചട്ടം പറയുന്നത്. മാത്രമല്ല 1994-ലെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടപ്രകാരവും ഒരു മണിക്കൂറിനിടെ 12 മിനിറ്റിൽ കൂടുതൽ പരസ്യം പാടില്ല. 10 മിനിറ്റ് വാണിജ്യ പരസ്യങ്ങളും 2 മിനിറ്റ് ചാനലുകളുടെ സ്വന്തം പരസ്യവും അടക്കമാണിത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ടെലിവിഷൻ പരസ്യങ്ങൾ 10% കുറഞ്ഞെന്നാണ് TAA മാഡെക്സ് റിപ്പോർട്ട് പറയുന്നത്.